വാർത്താമഴയിലേക്ക് വീണ്ടും ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. വയനാട് മാനന്തവാടി പിലാക്കാവ് മണിയൻകുന്നിൽ വീണ്ടും കടുവാ സാന്നിധ്യം. തൃശ്ശിലേരി റോഡിലാണ് കടുവയെ കണ്ടത്. തേയിലത്തോട്ടത്തോട് ചേർന്നാണ് കടുവാ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, വലിയ ആശങ്ക, എന്താണ് വിവരങ്ങൾ സുർജിത്ത്? കൃത്യമായ ദൃശ്യത്തിൽ തന്നെയുണ്ട്. എത്രമാത്രം ആളുകളെ സംബന്ധിച്ച് ആശങ്കാകുലരാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തേയിലത്തോട്ടത്തോട് ചേർന്ന് തൊട്ടു താഴെ ജനവാസ മേഖലയാണ്. അവിടെയാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളത്. മറുഭാഗം വനമടക്കമുള്ള മേഖലയുണ്ട്. പക്ഷേ ഇത് തേയിലത്തോട്ടത്തോട് ചേർന്നാണ് ഈ കടുവ നിൽക്കുന്നത്. പിലാക്കാവ് മണിയൻകുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു കടുവയുടെ സാന്നിധ്യം കണ്ടത്. തൃശ്ശിലേരി റോഡിലാണ് കടുവയെ കണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ രാധ എന്ന് പറയുന്ന സ്ത്രീയെ കടുവ കടിച്ചു കൊന്ന ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഇതിനടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ്. പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മണിയൻകുന്നിലേക്ക് അധികം ദൂരമില്ല എന്നുള്ളതാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ കടുവയെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് അത് കൂടുവെക്കണമെന്നുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ശക്തമായ രീതിയിലുള്ള ആശങ്കയാണ് ഈ കടുവയുടെ സാന്നിധ്യം അടിക്കടി ഈ മേഖലയിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട്. സുർജിത്ത്, ഇതിന് താഴെ ജനവാസ മേഖലയാണ്, റോഡിനോട് ചേർന്നുള്ള പ്രദേശമാണ്. കൃത്യമായി ദൃശ്യത്തിൽ കടുവയെ കാണുന്നുണ്ട്. നാട്ടുകാരുടെ ആശങ്ക വനംവകുപ്പ് എങ്ങനെയാണ് കേൾക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ, കൂട് സ്ഥാപിക്കലോ ക്യാമറ വെക്കലോ എന്തെങ്കിലും ഒരു ആക്ഷൻ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആലോചനയിലുണ്ടോ ഇപ്പോൾ? അത്തരം പ്രതീക്ഷകളുണ്ട്. എന്തായാലും അത് ഈ തേയിലത്തോട്ടത്തോട് ചേർന്ന് തന്നെയാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം തോട്ടത്തിലടക്കം ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാകും. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജനവാസ മേഖലകളുണ്ട്, ധാരാളം വീടുകളുണ്ട്. എന്തായാലും അത്തരത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അതിന്റെ അടുത്ത മേഖലയിൽ തന്നെ ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയ ഒരു അവസ്ഥ ഉണ്ടായതിന്റെ ആ ഒരു ഞെട്ടൽ, നടുക്കം മാറാത്ത പ്രദേശമാണ് ഈ മണിയൻകുന്നും പിലാക്കാവും അടക്കമുള്ള പ്രദേശം. അവിടെയാണ് വീണ്ടും ഇങ്ങനെ ആ കടുവ അന്ന് ചത്തിരുന്നു. പിന്നീട് ആണ് വീണ്ടും അവിടെ ഒന്നിൽ കൂടുതൽ കടുവകൾ ഉണ്ട് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ആളുകളെല്ലാം തന്നെ ആശങ്കയായി പങ്കുവച്ചതുമാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും കടുവ കൃത്യമായ രീതിയിൽ തന്നെ ആളുകളുടെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. അതിന്റെ ദൃശ്യത്തിൽ തന്നെ ഉണ്ട്. അത് തേയിലത്തോട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കടുവയെ സംബന്ധിച്ചുള്ളത്. എന്തായാലും കാഴ്ച ആശങ്കാജനകമാണ്. ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായുള്ള ആശങ്ക ഉണ്ടാകും. വനംവകുപ്പ് സത്വരമായ നടപടികൾ എടുക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ശരി, ജനവാസ മേഖലയോട് ചേർന്നാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. കൃത്യമായി കടുവയുടെ ദൃശ്യം അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ പകർത്തിയിട്ടുണ്ട്. പ്രദേശവാസികൾ ഭീതിയിലാണ്. വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആ മേഖലയിലുള്ളവർ. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.